സ്ക്വയർ മൈനസ് 5x പ്ലസ് 2 ഈക്വൽ ടു 0 ഫൈൻഡ് എക്സ്. അപ്പോൾ ഒരുവിധ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ എത്തും, എന്നിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ മെജോറിറ്റി ആളുകളും എക്സ് കണ്ടുപിടിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. അതായത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 വെച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ആ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഇത് ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയിൽ കിടക്കുവാണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ്, b -5 ആണ്, c എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഈ എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ 0 ആണോ കിട്ടുന്നത് എന്ന്. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ്, b എന്ന് പറഞ്ഞാൽ -5 ആണ്, c എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 3 - 5 -2 -2 + 2 0. അപ്പോ 0 ആണ് എനിക്ക് കിട്ടുന്നത്. 0 ആണ് കിട്ടുന്നത് എങ്കിൽ മാത്രമേ ഈ ഷോർട്ട് കട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സിന്റെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് c/a ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് c എന്ന് പറഞ്ഞാൽ 2 ആണ്, 2, a എന്ന് പറഞ്ഞാൽ 3 ആണ്, 2/3. അപ്പൊ എക്സ് ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് 2/3 ആയിരിക്കും. വെറും 3 സെക്കൻഡ് മതി ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ. പക്ഷെ കണ്ടീഷൻ a + b + c = 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സ്ക്വയർ പ്ലസ് 3x - 4. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാൽ 3 ആണ്, c എന്ന് പറഞ്ഞാൽ -4 ആണ്. എല്ലാം കൂടെ കൂട്ടുവാണ്. 1 + 3 4, 4 - 4 0. അപ്പൊ കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് x = 1 എന്ന് എഴുതാം. അതുപോലെ x = ഇവിടെ c എന്ന് പറഞ്ഞാൽ -4 ആണ്, -4/a എന്ന് പറഞ്ഞാൽ 1 ആണ്, -4/1 = -4 എന്ന് കിട്ടും. അപ്പൊ x ന്റെ വാല്യൂ 1 ഉം -4 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.